തുടർച്ചയായി 2 വട്ടം കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച മണ്ഡലമാണ് എറണാകുളം. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ LDF മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ 80,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള പരീക്ഷണത്തിനും ഇത്തവണ LDF തയ്യാറാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ രണ്ടാമതൊരു ആലോചന കോൺഗ്രസിനുണ്ടാകാൻ ഇടയില്ല. മുൻ രാജ്യസഭാംഗം കൂടിയായ പി രാജീവിനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ആലോചന. വിജയമുറപ്പെന്ന കോൺഗ്രസ് അവകാശപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ KV തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളുടെ പോലും ആവശ്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ വിലയിരുത്തൽ. ഗ്രൂപ്പ് പോലും മുറുകുകയോ മറ്റ് ചർച്ചകൾ ഉയർന്നു വരികയോ ചെയ്താൽ ലാലി വിൻസെന്റിന്റെ പേരാകും ചർച്ചയ്ക്കായെങ്കിലും ഉയർന്നു വരിക. സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തിയുള്ള പരീക്ഷണത്തിന് ഇത്തവണ ഇടതുമുന്നണി മുതിരില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസും ഇത്തവണ മുന്നണിയുടെ പരിഗണനയിലില്ല. CPM മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി രാജീവിനെ രംഗത്തിറക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. പ്രാദേശിക പരിപാടികളിലടക്കം സജീവ സാന്നിധ്യമായി പി രാജീവ് ഇപ്പോഴേ രംഗത്തുണ്ട്. രണ്ടാമതൊരു പേര് പരിഗണനയ്ക്ക് വന്നാൽ അത് വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായ MC ജോസഫൈനാകാനാണ് സാധ്യത. പി രാജീവ് രംഗത്തിറങ്ങിയാൽ മികച്ച രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി എറണാകുളം മാറുമെന്നാണ് വിലയിരുത്തൽ. 6 or 7 സീറ്റുകളിലാണ് LDF അന്ന് സ്വതന്ത്രന്മാരെ നിർത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരം കൊടുക്കുക. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിച്ചോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു LDF എടുത്തിരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങേയറ്റം ഉത്തരവാദിത്തമില്ലാത്തൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം മുന്നണികൾ എങ്ങനെ നേരിട്ടാലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച BJP ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ തന്നെയാകും NDA സ്ഥാനാർത്ഥി. BDJS നൽകുന്ന സീറ്റുകളിൽ എറണാകുളം പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു പേരുകളൊന്നും NDA സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാൻ സാധ്യതയില്ല. മീഡിയ 1 കൊച്ചി.